മനസ്സിലാവുന്നുണ്ട്. ആദ്യം നമുക്ക് ദൈവത്തോട് ചോദിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഉള്ള വിഷയം എന്ന് പറയുന്നത് അതിരുകളില്ലാത്ത രൂപാന്തരത്തിന്റെ ആഘോഷം എന്നുള്ളതാണ്. അതിരുകളില്ലാത്ത രൂപാന്തരത്തിന്റെ ആഘോഷം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം നാം ഇന്ന് വായിച്ചു കേട്ടതുപോലെ കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങളാണ്. എന്നാൽ ക്രിസ്തു നിത്യകൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകുകയാൽ മരിച്ചവരുടെ ഉയർത്താനും മനുഷ്യൻ മൂലം ഉണ്ടായി. But in fact, Christ has been raised from the dead, the first fruits of these have fallen asleep. For as by a man came death, by a man has come also the resurrection of the dead. മനുഷ്യൻ ഏറ്റവും ഭയക്കുന്ന ശത്രുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുമോ? മനുഷ്യൻ ഏറ്റവും ഭയപ്പെടുന്ന ശത്രു തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും മനസ്സിലൂടെ കടന്നുപോയി കാണും, അത് മനുഷ്യനാണ്. എന്നാൽ തെറ്റി. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മരണമെന്ന ശത്രുവിനെയാണ്. ജനിച്ച നാൾ മുതൽ മരണത്തെ കുറിച്ചുള്ള ഭയം മനുഷ്യനെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ചില സമയം നമ്മൾ മരണത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു അർത്ഥവും ഉണ്ടാവുകയില്ല. മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും, എന്താണ് അവസ്ഥ? ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ മുമ്പോട്ട് ജീവിക്കണമോ, എന്തിനാണ് ഇങ്ങനെ പൈസ ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ പഠിക്കുന്നതിനായിട്ട് ജോലി ചെയ്യുന്നതിനായിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നത് എന്ന് ചിന്തിച്ചു പോകും. ഇത് പറയാൻ കാരണം നിസ്സാരം നമുക്ക് പേയ്ഫുള്ളായിട്ടുള്ള ഒരു രോഗം വന്നു കഴിഞ്ഞാൽ യേശുവേ ഞാൻ ഇനി ജീവിച്ചു ഇരിക്കുമോ എന്നുള്ള ഒരു കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യം ചിന്തിക്കുള്ളൂ. അതെന്താണ്? അതിനെക്കുറിച്ച് ഒരു പിടിയുമില്ലാതാണ്. മരിച്ചു കഴിഞ്ഞാൽ എന്താവും ആർക്കും പറയാൻ പറ്റാത്ത ഒരു കാലത്തിലൂടെയാണ്. ആ ചിന്ത നമ്മളെ പേടിപ്പെടുത്തുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മരണത്തിൽ നിന്നും ജീവനിലേക്ക്, അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് തങ്ങളെ ഓരോരുത്തരെയും നയിക്കണമെന്ന പ്രാർത്ഥന ഈ ഈസ്റ്റർ നമുക്ക് ഓരോരുത്തർക്കും പൂർണ്ണമാക്കും. ജനനമെന്ന 3 അക്ഷരത്തിനും മരണമെന്ന 3 അക്ഷരത്തിനും ഇടയിലുള്ള ഇടവേളയാണ് ജീവിതമെന്ന 3 അക്ഷരം എന്ന് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ആ ജീവിതമെന്ന 3 അക്ഷരം മരണത്തിനപ്പുറവും നമുക്ക് ഓരോരുത്തർക്കും നീങ്ങുന്ന ഒന്നാണ് എന്ന് നമുക്ക് യേശു ക്രിസ്തു തന്റെ ഉയർപ്പിലൂടെ മനസ്സിലാക്കി തരുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം കല്ലറകളിൽ അവസാനിക്കുന്നില്ല, നിത്യതയിൽ തുടരുന്നു. ഒഴിഞ്ഞ കല്ലറയിൽ ഒഴിഞ്ഞ കുരിശും ചരിത്രത്തിന്റെ സാക്ഷിയായി ഉയർപ്പിന്റെ പ്രത്യാശ നൽകി ഇന്നും നിലനിൽക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള പ്രത്യാശ നൽകുവാൻ വേണ്ടി നാം ഒഴിഞ്ഞ കുരിശ് മാത്രമാണ് നമ്മുടെ ദേവാലയങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ദർശിക്കുവാൻ സാധിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ പ്രധാനമായ അടിസ്ഥാനം. ഇന്ന് വിശ്വാസികൾ എന്ന് പറഞ്ഞ് കൂട്ടം കൂടി തല്ലിക്കൂടി നടക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് വിഭാഗത്തിൽപ്പെട്ടവരെ നോക്കുമ്പോൾ അവർ കൂട്ടം കൂടി അവരുടെ ദൈവത്തെ ആരാധിക്കുന്നതിനായിട്ട് അവർ പുതിയ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ നാം ക്രിസ്ത്യാനികൾ ഇന്ന് എവിടെ എത്തപ്പെട്ട് നിൽക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. നമുക്ക് ആരാധിക്കുവാൻ ലഭ്യമായിരിക്കുന്ന ആ സ്ഥലത്ത് പോലും വന്നിരുന്ന് 1 മണിക്കൂർ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ. കോവിഡ് സമയം ഓർമ്മ കാണും എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുമെന്നുള്ള കാര്യം ഞാൻ ഓർക്കുന്നു. 2019-20 കാലഘട്ടങ്ങളിൽ ദേവാലയം അടഞ്ഞ് കിടന്ന സമയത്ത് അന്ന് പലരും വിളിച്ച് ഫോണിലൂടെ ചോദിക്കും, എന്ന് പള്ളി തുറക്കും. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ദിവസം പള്ളിയിൽ വരാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയും ആ ഒരു ദൈവത്തോടുള്ള അടുത്തോട് ചോദിക്കുന്നതായിരിക്കുമെന്ന്. പക്ഷേ സംഭവിച്ചത് വേറൊന്നുമല്ല. പള്ളി തുറന്നതിന് ശേഷം ചോദിച്ചാൽ ഇവിടെ കണ്ടിട്ടില്ല. യാഥാർത്ഥ്യമാണ്. എന്തിനു വേണ്ടി ആർക്കു വേണ്ടി പള്ളിയിൽ പോകുന്ന ആൾക്കാരെ മാറിയിരിക്കുകയാണ് നാം ഓരോരുത്തരും. ഇത് പറയുന്ന ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സമയമില്ല.
സമയം ഒട്ടുമില്ല. ഇത് കൂടുതൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഇപ്പോൾ എനിക്കുള്ള സമയവും പോകും. അതുകൊണ്ട് അത് തൽക്കാലം നിർത്തുന്നു. അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഈ ഉയർപ്പ് ദിവസത്തെ ലോകമെമ്പാടും ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിനെ ഉയർപ്പ് തരുന്ന ചില സന്ദേശങ്ങൾ നാം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒരു താഴ്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്, ഒരു വെള്ളിയാഴ്ചയുണ്ടെങ്കിൽ ഒരു ഞായറാഴ്ചയുണ്ട്. സത്യത്തെ അധികകാലം ആർക്കും മൂടി വയ്ക്കുവാൻ സാധിക്കുന്നതല്ല. എത്ര കാലം കഴിഞ്ഞാലും സത്യം മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. എല്ലാ അപ്പോസ്തലന്മാരും യേശുവിന്റെ ഉയർപ്പിനെ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ ധ്യാനിക്കുന്നതിനായിട്ട് കാണുവാൻ സാധിക്കും. മത്തായി 28, മാർക്കോസ് 16, ലൂക്കോസ് 24, യോഹന്നാൻ 20, 21, 1 കൊരിന്ത്യർ 15. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചെന്ന സമയമുള്ളപ്പോൾ വേദപുസ്തകം എടുത്തു വെച്ച് വായിച്ചു നോക്കണം. ഇന്ന് യുവാക്കളുടെ ലഹരിയായി മാറിയിരിക്കുന്നത് മസാല തുടങ്ങിയ കെമിക്കലാണെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ നമ്മുടെ ലഹരിയായി മാറ്റുന്നത് ഈ വേദപുസ്തകമാണെന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഈ ലഹരി ഉള്ളിൽ പോകുന്ന ഒരു വ്യക്തിക്കും മറ്റൊരു ലഹരിയെ ആശ്രയിക്കുവാൻ ഇടയാകുകയില്ല എന്നുള്ള കാര്യം ആരും മറന്നു പോകാതിരുന്നാൽ നല്ലത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ട് വളരേണ്ട കൊച്ചു കുഞ്ഞുങ്ങൾ പലരും ഓർക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഇത് ചിന്തിക്കുവാനുള്ള അതിരുകളില്ലാത്ത രൂപാന്തരത്തിന്റെ ആഘോഷം എന്ന വിഷയം എപ്രകാരം സാധ്യമായി തീരും എന്ന് നമുക്ക് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ 3 കാര്യങ്ങളാണ് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നതിനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. എന്നാൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആഘോഷം എന്ന വാക്ക് നമ്മുടെ വിഷയത്തിൽ ഉള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ 3 കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് വളരെ വേഗത്തിൽ നമ്മുടെ ചിന്ത അവസാനിപ്പിക്കുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. പല വീടുകളിലും ഇന്ന് ഈസ്റ്റർ അല്ലെങ്കിൽ മറ്റേത് ആഘോഷമുണ്ടായിരുന്നു. അത് ഒരുമിച്ചിരുന്ന് വീട്ടുകാരോടൊപ്പം ആഘോഷിക്കുന്നതിന് പകരം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി കഴിയുന്ന ഒരു സമൂഹം നമുക്കിടയിൽ, അതായത് ക്രിസ്തുവിന്റെ ആട്ടിപ്പറ്റകൾ എന്നറിയപ്പെടുന്ന നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്നതിൽ എനിക്കും നിങ്ങൾക്കും അതിയായിട്ടുള്ള വിഷമമുണ്ട്. അതെല്ലാം ഓർക്കുമ്പോൾ അത് അതിയായിട്ടുള്ള വിഷമത്തോടെ അല്ലാതെ നമുക്ക് ആർക്കും അതിനെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് പോലും സാധിക്കില്ല. സങ്കീർത്തനം 118, 24 വാക്യം ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 118, 24 വാക്യം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ചാലില്ല. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. സന്തോഷം ഇഷ്ടമില്ലാത്ത വാക്കുകളല്ല. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സന്തോഷമില്ലാത്ത ഒരിടത്ത് പോയിരിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. തികച്ചും ഓരോ വ്യക്തികളും ദുഃഖം, സങ്കടം എന്നീ കാര്യങ്ങളെ അകറ്റി നിർത്തി സന്തോഷം എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കും. ഇന്ന് സന്തോഷം കണ്ടെത്തി യുവതലമുറ ചെന്ന് നിൽക്കുന്നത് കൂടുതലായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വന്തം അമ്മ, സ്വന്തം മക്കൾ ഇവരെയും തിരിച്ചറിയുവാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ വായിച്ചു കേട്ട ഈ വാക്യം എല്ലാ ദിവസവും നമ്മെ സന്തോഷിക്കുവാനായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ സങ്കീർത്തനം 118 അതിന്റെ 24 വാക്യത്തിൽ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളുടെ ഒരു സമാപ്തിയാണ് ഈ വാക്യം എന്ന് എല്ലാവർക്കും ആ വേദഭാഗം മുമ്പോട്ട് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ വാക്യത്തിൽ ദൈവം ആരാണെന്ന്, അവൻ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്ത് ചെയ്തെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കുവാനായിട്ട് നിരവധി കാര്യങ്ങളാണ് യേശു ക്രിസ്തു നമുക്കായി ഒരുക്കി തന്നിരിക്കുന്നത്. ഈ വാക്യം ഞാൻ ഇവിടെ പറയുവാനുള്ള കാരണം ഇന്നത്തെ തലമുറ, ഞാൻ അതിൽ എല്ലാവരെയും പറയുന്നില്ല, ഒരു 20 പേർ അല്ലെങ്കിൽ 20% പേർ എടുത്തു കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ആഘോഷ ദിവസം വരുമ്പോൾ ആ സന്തോഷം പങ്കിടുന്നതിന് പകരം, അതായത് വീട്ടുകാരുമൊക്കെ പങ്കിടുന്നതിന് പകരം അടിച്ച് കൂസായി, വാക്ക് പറഞ്ഞ കൂപ്പി ചെയ്യുന്നൊക്കെ പലരും പറയുന്നതൊക്കെ അടിച്ച് കൂസായി പല സ്ഥലങ്ങളിലും ബോധമില്ലാതെ കിടക്കുന്ന അവസരങ്ങളിൽ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും സ്വന്തം മക്കളോടൊപ്പവും അമ്മയോടൊപ്പവും അച്ഛനോടൊപ്പവും ഭാര്യയോടൊപ്പം ഒക്കെ ആഘോഷിക്കേണ്ടുന്ന ഈ യുവതലമുറ
ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ചെന്ന് ഏതെങ്കിലും പറമ്പോ വിജനമായ സ്ഥലത്തോ ഒക്കെ ലഹരിയൊക്കെ ഉപയോഗിച്ച് ചെന്ന് കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ധൈര്യമായി സംസാരിക്കാൻ സാധിക്കുന്നു. ലഹരി എന്ന സാധനം ഈ പറയുന്ന രീതിയിലുള്ളതൊന്നും ഇതുവരെ നിങ്ങളടുത്ത് ഓരോരുത്തരുടെയും മുമ്പിൽ സംസാരിക്കുമ്പോൾ ഇതിന്റെ ഉപയോഗം ഇതെന്താണെന്നുള്ള രീതിയിൽ പറഞ്ഞു തരുവാനായിട്ട് അതിൽ നിന്ന് എന്ത് കിട്ടുമെന്നുള്ളത് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം അത് ഉപയോഗിച്ച് ഡോക്ടറെ എടുത്ത ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, കൂടുതലായിട്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ഇതിനെതിരെ എനിക്ക് സംസാരിക്കുവാനായിട്ട് ശക്തി നൽകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഉയർത്തെഴുന്നേറ്റ കർത്താവായ ക്രിസ്തു തന്നെയാണ്. ഇത്തരത്തിൽ ഓരോ വ്യക്തികളും ഏതൊരു ആഘോഷമായിക്കോട്ടെ സ്വന്തം കുടുംബത്തോടൊപ്പം ഭവനത്തിൽ ആഘോഷിക്കുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നാം ചുറ്റുന്നു ഈ കാണുന്ന പ്രശ്നങ്ങളിൽ പലതും എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു കഥ പറയാൻ പോവുകയാണ്. ഒരു പുഴയുടെ തീരത്ത് ഒരു ആമ താമസിച്ചു. വളരെ സന്തോഷത്തോടുകൂടി കളിച്ചുല്ലസിച്ചാണ് ആ ആമയുടെ താമസം. ഒരിക്കൽ തൊട്ടടുത്തുള്ള മരക്കൊമ്പ് ഒരു പക്ഷി കൂട്ടുകൂട്ടുന്നതിനായിട്ട് ഒരു കുഞ്ഞുകുരുവി കമ്പും നാരും വേണ്ടാത്ത ഇലകളും പടർപ്പുകളും എല്ലാം എടുത്ത് ആ മരത്തിന്റെ മുകളിൽ കൂടുകൂട്ടി. കുറച്ച് ദിവസത്തെ അവിടുത്തെ വാസത്തിന് ശേഷം ഈ ആമയുമായിട്ട് അമ്മക്കുരുവി സന്തോഷത്തിൽ അല്ലെങ്കിൽ അവർ കൂട്ടുകാരായി മാറുകയാണ്. അങ്ങനെ ഒരിക്കൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ആമ കുരുവിയോട് ചോദിച്ചു, ഇത്ര കഷ്ടപ്പെട്ട് വീടൊക്കെ വെച്ചു, പക്ഷെ ആ വീട് കാണാൻ ഒരു ഭംഗിയുണ്ട്. മാത്രമല്ല അതിൽ താമസിച്ച മഴ പെയ്യുമ്പോൾ നീ നനയുകയും ചെയ്യും. എന്നെ നോക്ക്, എനിക്ക് വീടൊന്നും വേണ്ട, എന്റെ പുറത്ത് തന്നെ എനിക്കുള്ള തോടുണ്ട്, മഴയൊക്കെ വരുമ്പോൾ ഞാൻ അതിനകത്ത് ഒളിച്ചിരിക്കും. അപ്പോൾ അമ്മ കുരുവി എല്ലാം കേട്ടുകൊണ്ടിരുന്ന അവസാനം ഒരു മറുപടി പറഞ്ഞത് ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, എന്റെ കൂടെ കാണാനായിട്ട് ഭംഗിയൊന്നുമില്ല, പക്ഷേ ഞാൻ എന്റെ വീട്ടിൽ എന്റെ ഭർത്താവ് എന്റെ രണ്ട് കുഞ്ഞുങ്ങൾ അവരോടൊപ്പം സന്തോഷമായി കഴിയുന്നു. അപ്പോ ആ കുരുവി പറഞ്ഞ വാക്കുകൾ പ്രകാരമാണ് ഒരുമിച്ചുള്ള ജീവിതം അവിടെ കുരുവിക്ക് സന്തോഷം നൽകുന്നു. ഇത് കേട്ട ആമയ്ക്ക് എന്റെ തെറ്റ് മനസ്സിലായി, ശരിയാണല്ലോ പറഞ്ഞത്, ഒത്തിരി നടക്കുന്നത് എന്നെ പോലെയാണ്. തീർച്ചയായിട്ടും അപൂർണമായിട്ടുള്ള വാസം നമുക്ക് സന്തോഷം തരുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്ന് നമുക്ക് ഈ കഥ മനസ്സിലാക്കി തരും. നമുക്ക് ചിന്തിക്കുവാനുള്ള വിഷയമായ പുനരുദ്ധാനം അതിരുകളില്ലാത്ത രൂപാന്തരത്തിന്റെ ആഘോഷം എന്ന വിഷയത്തിൽ ആഘോഷം എന്ന വാക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആ ആഘോഷം എന്ന വാക്ക് എന്റെ മനസ്സിൽ കറ്റുകൊണ്ടാണ് ഞാൻ എന്റെ കാര്യം ഒരു മുഖവരെ എന്നോടൊപ്പം പങ്കുവച്ചത്. അപ്പോ നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായുള്ള വിഷയമായ പുനരുദ്ധാനം അതിരുകളില്ലാത്ത ജീവിതത്തിന്റെ ആഘോഷം എപ്രകാരം സാധ്യമാക്കിയിരിക്കുന്ന 3 പോയിന്റുകളിലൂടെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ചിന്തിക്കുവാനുള്ളത് പുനരുദ്ധാനം അല്ലെങ്കിൽ ഉയർപ്പ്, പ്രത്യാശയുടെ ഉത്സവം. പുനരുദ്ധാനം പ്രത്യാശയുടെ ഉത്സവം, അമർത്യതയുടെയും പ്രത്യാശയുടെയും ആഘോഷമാണ് ഈസ്റ്റർ. യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ അവനെ വിശ്വസിക്കുന്നവർ അത്രയും പ്രത്യാശ ഉള്ളത്. യോഹന്നാൻ 11:25 യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവൻ ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പഴയ നിയമ കാലഘട്ടത്തിൽ ഇതേ പ്രത്യാശ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി പ്രയാണത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമി പ്രയാണത്തിലാണെന്ന് നമുക്ക് വേദഭാഗം ബൈബിൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സംഖ്യാപുസ്തകം 21-ാം അധ്യായം ഇതിനെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് വിരോധമായി സംസാരിച്ച ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുന്നതിനായി ദൈവം അഗ്നി സർപ്പങ്ങളെ അയച്ചു. അവ ജനത്തെ കഴിച്ചു, വളരെയധികം ആൾക്കാർ അവിടെ മരിച്ചു. എന്നാൽ യഹോവയോട് സ്വയം അനുവദിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് മോശയിലൂടെ ഇസ്രായേൽ
ജനത്തിന് ഉണ്ടായ പ്രത്യാശയാണ് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട താമ്ര സർപ്പം. ഈ താമ്ര സർപ്പത്തിലൂടെ പ്രത്യാശയുള്ളവരായി തീർന്നതാണ് ഇസ്രായേൽ ചരിത്രം. അല്ലെങ്കിൽ ഓരോ വ്യക്തിയും പ്രത്യാശ ഉള്ളവരായി തീർന്നതെന്ന് ഉയർപ്പ് അന്നും ഒരു പ്രത്യാശയുടെ അനുഭവമാണെന്ന് ഇസ്രായേൽ ജനചരിത്രം നമുക്ക് കാണിച്ചു. പഴയ നിയമ കാലഘട്ടത്തിലെ ആ ഉയർപ്പ് അവിടെ അവസാനിക്കുന്നില്ല. അന്ന് ഉയർത്തപ്പെട്ടത് താമസർപ്പം ആണെങ്കിൽ ഇന്ന് നമുക്ക് വേണ്ടി പുതിയ നിയമത്തിൽ ദൈവം തന്റെ മകനെ നമുക്ക് വേണ്ടി ഉയർത്തിയിരിക്കുകയാണ്. ഗോൽഗോഥ മലയിൽ നമുക്ക് വേണ്ടി ദൈവം തന്റെ പുത്രനെ ഉയർത്തിയിരിക്കുകയാണ്. ആ കുരിശ് ഇന്നും ഉയർപ്പിന്റെ പ്രത്യാശ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും. നാം ഒരു പുനരുദ്ധാന ജനമായി ഇന്ന് നിലനിൽക്കുകയാണെങ്കിൽ അതിനർത്ഥം ഇതിന്റെ ദുശീലങ്ങളുടെയും അപകടകരമായ ആസക്തികളുടെയും കലകളിൽ നാം കിടക്കേണ്ടതല്ല. അതിനപ്പുറം പ്രത്യാശയുടെ ഉയർപ്പ് നാം അനുഭവിക്കേണ്ടത് തന്നെയാണ്. എങ്കിൽ മാത്രമേ നാം പുനരുദ്ധാന ജനം എന്ന വാക്കിന് യോഗ്യരായി തീരുകയുള്ളൂ. രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കുവാനുള്ളത് ഉയർപ്പ് പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിക്കുന്നതിനുള്ള ഉത്സവം. ഉയർപ്പ് പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിക്കുന്നതിനുള്ള ഉത്സവം. ജീവനുള്ള എന്തിനേയും ജീവനോടെ നിലനിർത്തുന്ന ശക്തിയാണ് പുനരുദ്ധാനം. ഉണങ്ങിയ അസ്ഥികളെ ജീവിപ്പിക്കുന്ന ശക്തിയാണ്. നിരാശാജനകമായ സാഹചര്യങ്ങൾ പ്രത്യാശ, ആ പ്രത്യേക സാഹചര്യങ്ങൾക്ക് പ്രത്യാശ നൽകുകയും അസാധ്യമായതിനെ സാധ്യമാക്കുകയും ചെയ്യുന്നത് ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തിയാണ്. മരിച്ച് കല്ലറയിൽ അടക്കം ചെയ്ത ലാസറിനെ വന്ന ശക്തിയായിരുന്നു. ലാസറിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് ഒരു നർമ്മ രസമുള്ള വീഡിയോ കാണുന്നതിനായിട്ട് ഇടയായി. അത് ഇപ്രകാരമാണ്. ലാസർ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ടിരിക്കുകയാണ്. കല്ലറയ്ക്ക് പുറത്തു വന്നതിന് യേശു ലാസറിനെ വിളിക്കുകയും ഒന്നാമത്തെ വിളി ലാസറെ, ലാസർ കേട്ട വിളി കൂടുതലായിട്ട് കേട്ടതായിട്ട് ഭാവിക്കാതെ എന്നാൽ ഇപ്പൊ ഉണർന്നിട്ട് കിടക്കുക. രണ്ടാമതായി വീണ്ടും ശബ്ദം ലാസർ. ആ വിളി യേശുവാണ് വിളിക്കുന്നതെന്ന് ലാസറിന് മനസ്സിലാവുന്നു. ഇവിടെ മരണ ഉറക്കത്തിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളായിരുന്നാലും ശരി, ഉറക്കത്തിലൊക്കെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എണീക്കാൻ പാടാണ്. ആരും വിളിക്കുന്നതെന്നുള്ള ചിന്ത മനസ്സിൽ വരും. തീർച്ചയായിട്ടും ഉറപ്പാണ് ലാസർ സുഖമായിട്ട് ഉറങ്ങുന്നു എന്നാണ് ഈ ഹാസ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ മൂന്നാമത് യേശു വിളിച്ചു. ആ വിളി ലാസർ ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ്. ഇവിടെ ഉയർത്തെഴുന്നേറ്റ ലാസർ ചിന്തിക്കുന്നത് ഇപ്രകാരം: ഈ കല്ലറയിൽ ഞാൻ കുറച്ച് സമയം കൂടി കിടന്നിരുന്നെങ്കിൽ, അതായത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ സുഖകരമായിട്ടുള്ള ഒന്ന് അതായിരുന്നു. അതായത് ഫുള്ള് റെസ്റ്റ്. നമ്മൾ RIP എഴുതിയിരിക്കുന്നത് വെറുതെ റെസ്റ്റ് ഇൻ പീസ്. അപ്പൊ ആ സമാധാനവും സന്തോഷവും ഉണ്ടോ എന്നുള്ളത് അറിയില്ല. സമാധാനം എന്തായാലും ലാസറിനകത്ത് കിട്ടി. അപ്പൊ അതിൽ നിന്ന് എണീറ്റ് വന്നതിന് ശേഷം കുറച്ചുകൂടെ ഓർമ്മ പറ്റിയെങ്കിൽ കൊള്ളാമായിരുന്നു. ലാസർ ഇപ്രകാരം നമ്മുടെ നർമ്മഭാവത്തിലൂടെ സ്ത്രീകളെ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇതൊരു തമാശ നിറഞ്ഞ ചിത്രീകരണമാണെങ്കിൽ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് നാം ഇത് ചിന്തിക്കുമ്പോൾ ഇതിന്റെ അർത്ഥം വളരെ ആഴത്തിലാണ്. മരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഒരു മോചനവും വിശ്രമവുമാണ് മരണം. എന്നാൽ പുനരുദ്ധാനത്തിന്റെ ശക്തി യഥാർത്ഥമായി നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ മാത്രമേ ഉയർപ്പ് നമ്മിൽ അർത്ഥവത്താകുള്ളൂ. അതായത് നമ്മുടെ ഉയർപ്പ് ക്രിസ്തുവിന് വേണ്ടിയാകണം. എങ്കിൽ മാത്രമേ അതിന് ഒരു അർത്ഥം ഉള്ളൂ. മൂന്നാമത്തേത് അവസാനത്തിനുമായിട്ടുള്ള ചിന്ത. ഉയർപ്പ് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഉത്സവം. ഉയർപ്പ് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഉത്സവം. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുകയോ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുകയോ ചെയ്യുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ്. സുവിശേഷ പ്രവർത്തനം ആണ് നമുക്കതിൽ പറയാനാകുന്ന ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്.
കല്ലറയിലേക്ക് പോയ സ്ത്രീകളോട് കിടന്ന സ്ഥലം വന്നു കാണുകയും കണ്ടവർ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് എന്ന് വേഗം പോയി യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുമെന്ന് ദൂതൻ അറിയിക്കുന്നു. മത്തായി 28:67, മർക്കോസ് 16:7, യോഹന്നാൻ 20:17 വാക്യങ്ങൾ എല്ലാവരും വീട്ടിൽ കൊടുത്ത് വായിച്ചു പോകും. ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള ആഹ്വാനം നൽകപ്പെടുകയാണ്. ക്രിസ്തുവിനെ അറിഞ്ഞവരും അനുഭവിച്ചവരും അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന ദൗത്യം ഈ സന്ദേശത്തിലൂടെ നമുക്ക് ലഭിക്കും. അതുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ 9:16 പറയുന്നു. പുനരുദ്ധാനം ഒരു നല്ല വാർത്തയാണ്. എന്നാൽ അതേസമയം അത് ചിലപ്പോൾ വേദനാജനകവുമാണ്. കാരണം അതിൽ മരണം ഉൾപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ പിടികൊടുക്കുന്ന പാപങ്ങളെ നമ്മെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മിലുള്ള ക്രിസ്തുവിനെ ഉയർത്തുവാൻ നമുക്ക് സാധിക്കും. എല്ലാ ആഴ്ചയും എല്ലാ ഈസ്റ്ററിനും ഇപ്രകാരം വന്ന് ഇതല്ലെങ്കിൽ വേറൊരു മെസ്സേജ് കേട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നു, സ്റ്റെപ്പ് ഇറങ്ങുന്നു, അടുത്ത സ്റ്റെപ്പ് കയറുന്നു, നടക്കുന്നു, വീട്ടിൽ എന്തുകൂടി ചെയ്യുന്നു. ഞാൻ നിങ്ങളെ അവസ്ഥ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായും നമ്മൾ കേൾക്കുന്ന വചനത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യമെങ്കിലും പ്രാവർത്തിക്കുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രാവർത്തികമാക്കി മാറ്റുവാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു നാളെ ഇതിനെപ്പറ്റി അനുഭവിക്കേണ്ടി വരികയില്ല എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നാം ഇന്നായിരിക്കുന്ന ഈ ദേവാലയത്തെ കുറിച്ച് ഓരോ വ്യക്തികൾക്കും വ്യക്തമായി അറിയാം. ഇവിടുത്തെ പ്രാർത്ഥനയുടെ ശക്തി. പ്രാർത്ഥിച്ച് ഒരുപാട് പേരുടെ രോഗങ്ങൾ മാറിയിട്ടുള്ള അത്ഭുതം അല്ലെങ്കിൽ ആ ഒരു ചരിത്രം നമ്മുടെ ദേവാലയത്തിലുള്ള കാര്യമാരും മറന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഈസ്റ്റർ അനുഭവം ഉയർന്ന കർത്താവ് നമുക്ക് തന്ന പ്രത്യാശയും ഭയപ്പെടേണ്ട എന്ന വാഗ്ദാനത്തിലൂടെയാണ്. പല കാരണങ്ങളാൽ ഭയപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ ഉയർപ്പിന്റെ സന്ദേശത്തിന്റെ പ്രാധാന്യം ഇതാണ്. ശാരീരിക രോഗങ്ങളെ കുറിച്ചുള്ള ഭയം, മക്കളെ കുറിച്ചുള്ള ഭയം, തലമുറകളെ കുറിച്ചുള്ള ഭയം, ഭാവിയെ കുറിച്ചുള്ള ഭയം, ഇങ്ങനെ പല കാര്യങ്ങളിൽ മനുഷ്യർ ഭയപ്പെട്ടിരിക്കുന്നു. ഇവയിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് കിട്ടുന്ന പ്രത്യാശ. ഞാൻ എന്റെ ചിന്തകൾ അവസാനിപ്പിക്കട്ടെ. നാം ഇന്ന് ചിന്തിച്ചത് 3 കാര്യങ്ങളെ കുറിച്ചാണ്. ഉയർപ്പ് പ്രത്യാശയുടെ ഉത്സവം, ഉയർപ്പ് പുനരുദ്ധാനത്തിന്റെ ശക്തി അനുഭവിക്കുന്നതിനുള്ള ഉത്സവം, ഉയർപ്പ് യേശുവിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഉത്സവം. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ വെളിച്ചം ലോകം മുഴുവൻ പ്രത്യാശയുടെ പുതിയ പകൽ പോലെ പടർന്ന് നിലകൊള്ളുന്നു. മരണം അവസാനമല്ലെന്നും ദുഃഖം അവസാന വാക്കല്ലെന്നും കുരിശിന് ശേഷം ഉയർപ്പുണ്ടെന്നുമാണ് ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത്. I am the resurrection and the life. The one who believes in me will live even though they die. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാണ് എന്ന് വിശ്വസിക്കുന്നു. മരിച്ചാൽ ജീവിക്കുമെന്ന് യോഹന്നാൻ 11:25 വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു നേരിട്ടു. ഈ വാക്കുകളിൽ അനന്തമായ പ്രത്യാശയും ഓരോ കണ്ണുനീരിലും പിന്നിലുണ്ട് ദൈവസ്നേഹത്തിന്റെ തൂവാല. വെറും തൂവാല മാത്രമല്ല, ആ തൂവാല കൊണ്ടുള്ള സ്പർശം. ഉയർത്തെഴുന്നേറ്റ യേശു പ്രതീക്ഷയാൽ ഇരുട്ടിനെ മാറ്റി പ്രകാശിച്ചു. ഈ ഈസ്റ്റർ ദിനത്തിൽ നമ്മിൽ ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരിക്കൽ കൂടി ഉയർത്ത് എഴുന്നേൽക്കണം. ആ വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, കരുണയിൽ നാം ചുമക്കുന്ന കുരിശുകൾ, ആ കുരിശുകളുടെ ഭാരം കുറയട്ടെ. ഈ ഉത്സവ ദിനം നിങ്ങൾക്ക് ഇത്ര നേരം എന്നെ ഈ വാക്കുകൾ ശ്രമിച്ച സഭാവിശ്വാസികൾ, നിങ്ങൾ ഓരോരുത്തരും എല്ലാവരുടെ കുടുംബത്തിലും ആത്മസംതൃപ്തിയും ദൈവ അനുഗ്രഹങ്ങൾ നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ആമേൻ.